ഇടുക്കി അടിമാലിയിൽ ക്ഷേമ പെൻഷനും വികലാംഗ പെൻഷനും മുടങ്ങിയതിന് പിന്നാലെ ദയാവധത്തിന് തയ്യാറെന്ന ബോർഡ് സ്ഥാപിച്ച വൃദ്ധദമ്പതികൾ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഒരു മാസത്തിനുള്ളിൽ പെൻഷൻ തുക പൂർണ്ണമായും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് CPM പ്രാദേശിക നേതൃത്വത്തിന്റെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഇടുക്കി അടിമാലി അമ്പലപ്പടിക്ക് സമീപം വൃദ്ധദമ്പതികളായ ശിവദാസനും ഓമനയും നടത്തി വന്നിരുന്ന പെട്ടിക്കടയ്ക്ക് മുൻപിലാണ് ദയാവധത്തിന് തയ്യാറാണെന്ന് കാണിച്ച് ബോർഡ് സ്ഥാപിച്ചത്. 5 മാസത്തിലധികമായി പെൻഷൻ ലഭിക്കാതെ വന്നതോടെ ജീവിതം വഴിമുട്ടുന്ന സാഹചര്യത്തിലെത്തിയതോടെയാണ് ദയാവധം ആവശ്യപ്പെട്ട ഇവരുടെ പ്രതിഷേധം. ഒരു കടയായിട്ടിരിക്കണം, എനിക്ക് കടയ്ക്ക് ഒരു ആനുകൂല്യം ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. പഞ്ചായത്തിൻ്റെ പണിയായിട്ട് 2 വർഷം കൊണ്ട് ഒരു 10,000 രൂപ വെച്ച് തന്നിട്ടുണ്ട് അവർ. അത് കുടുംബശ്രീയിൽ നിന്ന് തന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും രോഗികളാണ്. മരുന്ന് മേടിക്കാൻ പോണേ എനിക്ക് 10,000-3000 രൂപ വേണം ഒരു മാസമല്ല, ഒരാഴ്ചയിൽ. കഴിഞ്ഞ തിങ്കളാഴ്ച പോയി മരുന്ന് മേടിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ. ഇനി അടുത്ത തിങ്കളാഴ്ച എനിക്ക് പോകണം. അതുപോലെ തന്നെ എൻ്റെ കാരണൊരു സുഖമില്ലാത്ത കാരണം ഞങ്ങൾക്ക് കഴിയാൻ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് ഒരു മരുന്നിൻ്റെ പോലും ഒരു ഇതില്ല, ഈ കടയിലും ഒരു ആനുകൂല്യമില്ല, ഒന്നുമില്ല, ഒരു കച്ചവടം പോലും ഇല്ല ഒരു സാധനം മേടിച്ച് വെക്കാനായിട്ട്. അങ്ങനെയുള്ള ആനുകൂല്യം ഞാൻ അങ്ങനെ സുഖമില്ല എനിക്ക്. പിന്നെ അങ്ങനെ തന്നെയല്ല, എൻ്റെ പറമ്പിലാണ് എനിക്കൊരു ആദായമില്ല, എല്ലാം ആന നശിപ്പിച്ചിട്ടേക്കണം. വികലാംഗയായ ഓമനയും ശിവദാസനും പെൻഷനെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. പെൻഷൻ ലഭിക്കാതെ വന്നതോടെ ഇവർ കടുത്ത ബുദ്ധിമുട്ടിലായി. ശിവദാസനും ഭാര്യയും ബോർഡ് സ്ഥാപിച്ചുള്ള പ്രതിഷേധം ആരംഭിച്ചതിന് പിന്നാലെ ബോർഡ് മാറ്റണമെന്ന ആവശ്യവുമായി പ്രാദേശിക CPM നേതൃത്വം രംഗത്തെത്തി. എന്നാൽ ശിവദാസൻ ബോർഡ് മാറ്റാൻ തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് ശിവദാസനും ഭാര്യയ്ക്കും ഇതുവരെ മുടങ്ങിയ പെൻഷൻ ഉൾപ്പെടെ അടുത്ത മാസം നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന വാഗ്ദാനവുമായി CPM വീണ്ടും രംഗത്തെത്തിയത്. നേതാക്കളുടെ ഉറപ്പിന്മേൽ ശിവദാസൻ ബോർഡ് മാറ്റി. അടുത്ത ഒരു മാസം ഞാൻ നോക്കില്ല, കിട്ടിയില്ലെങ്കിൽ അടുത്ത ബോർഡ് ഞങ്ങൾ വെക്കും. ആരോട് പറഞ്ഞാലും സാംസ്കാരികമായിട്ടിപ്പോൾ ഗാന്ധിസഭാവിന് ഉപേക്ഷിക്കാൻ പറ്റാത്തതുണ്ട്. അവർ പറയുന്ന വാക്ക് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ ബോർഡ് എടുക്കുന്നു. ഈ പെൻഷൻ ലഭിച്ചില്ല വീണ്ടും സമരം തുടരുമല്ലേ? ശിവദാസന്റെ ഭാര്യയുടെ ദുരിതസ്ഥിതിയിൽ BJP നേതാക്കളാണ് ആദ്യം ഇടപെട്ടത്. വൃദ്ധദമ്പതികളെ നേരിൽ സന്ദർശിച്ച BJP നേതാക്കൾ ഇവർക്കാവശ്യമായ സാധനങ്ങൾ എത്തിച്ചു നൽകുകയും 1 മാസത്തെ പെൻഷൻ വീട്ടിലെത്തിച്ചു നൽകാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ പെൻഷൻ നൽകുന്ന കാര്യത്തിൽ തീരുമാനം പറയേണ്ട മുഖ്യമന്ത്രി സർക്കാരും മൗനം തുടരുമ്പോൾ CPM നേതാക്കളുടെ ഉറപ്പ് ഒരു മോഹന വാഗ്ദാനമായി അവശേഷിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ജനം, ഇടുക്കി.